ഇതിനകത്ത് യൗവനക്കാരാ കൂടുതൽ, യൗവനക്കാരുടെ മീറ്റിംഗ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ഉത്സാഹത്തോടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് മനോധൈര്യമുള്ളത് ഏത് സമയത്താണ്? യൗവന സമയത്ത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ള ഒരു 40 വയസ്സിന് മേലുള്ള ആരെങ്കിലും 2 വീലറിൽ 50 60 കൂടുതൽ സ്പീഡിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചുരുക്കമാണ്. എന്നാൽ 18 20 വയസ്സുള്ളവരുടെ സ്പീഡ് എത്രയായിരിക്കും? KSRTC ബസ്സിനേക്കാളും ഏറ്റവും നല്ല സ്പീഡായിട്ട് പോകുന്ന വണ്ടിനേക്കാളും അവർക്ക് നല്ല സ്പീഡും ഉണ്ടാകും. അവർ പിന്നെ എസ്സും അടിക്കും. അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും അടിക്കാൻ പറ്റുമെങ്കിൽ റോഡിനകത്ത് അവരുടെ കളികളെല്ലാം കളിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം അവർക്കൊരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തെങ്കിലും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു യൗവന തലമുറ നമ്മുടെ യൗവനത്തെ എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രയോജനമുള്ളതാക്കി ദൈവസന്നിധി നിർത്താം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്നത് നമ്മുടെ യൗവന കാലഘട്ടമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ നാളെ എന്തായി തീരണം, എൻ്റെ ലൈഫ് ഏത് വഴിക്ക് തിരിയണം എന്ന് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള ഡിസിഷൻ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൗവന കാലഘട്ടമാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും യൗവനം കടന്നവർ പറയും, ശരിയാ, നല്ല സമയത്ത് ഞാൻ അതിനു വേണ്ടി ശരിയായ ചിന്തകയോടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആകത്തില്ലായിരുന്നു എന്ന് പറയുന്ന നമ്മുടെ പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ പാരൻസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എൻ്റെ പ്രായം എത്തുമ്പോൾ നിനക്ക് മനസ്സിലാകും. കാരണം ഹല്ലേലൂയ, അവർ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിച്ചില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂത്ത് എംപവർമെന്റ് മീറ്റിംഗ് എന്നറിയാമോ? ഇതിപ്പോൾ നമ്മുടെ ചിന്തിക്കേണ്ട സമയമാണ്. ഏത് രീതിയിൽ നമ്മുടെ ഭാവി, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കഴിയും, അനുഗ്രഹിക്കപ്പെടണം എന്ന് നമ്മളായി തന്നെ ചിന്തിച്ച് വിവേകത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ ഒരു യൗവനക്കാരൻ, ഒരു യൗവനക്കാരി എങ്ങനെ മുൻപോട്ട് തൻ്റെ ജീവിതത്തിനകത്ത് ആയിരിക്കണം എന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ താല്പര്യമുണ്ട്. അതിനകത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് ഒരു മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മോഡൽ യേശു കർത്താവാണ്. എന്നാൽ വേദപുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് മോഡലാക്കി എടുക്കാൻ പറ്റിയ ഒരു യൗവനക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യോസേഫ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യോസേഫ് എന്ന വ്യക്തിത്വത്തെ കുറിച്ച്. പഴയ നിയമ വേദപുസ്തകത്തിനകത്ത് 35 അധ്യായം മുതൽ 47 അധ്യായം വരെ വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് യോസേഫിനെ കുറിച്ച് കാണുവാൻ കഴിയും, യോസേഫിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിനകത്ത് അവൻ ജീവിതത്തിൽ വിജയിച്ച ഒരു യൗവനക്കാരനായിരുന്നു യോസേഫ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയിച്ച്, നമ്മൾ ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇതിനകത്ത് ആരെങ്കിലും എങ്ങനെയും ജീവിച്ചു തീർത്താൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. കുറച്ച് നേരത്തെ പാസ്റ്റർ പറഞ്ഞു നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. എങ്ങനെയെങ്കിലും ജീവിച്ച് ഒന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകരുത് നമ്മൾ. നമ്മുടെ ജീവിതത്തിനകത്ത് കിട്ടുന്നത്, ലഭിക്കുന്നത് ഏറ്റവും മേത്തരവും ഏറ്റവും അനുഗ്രഹവും മറ്റുള്ളവരുടെ മുൻപിൽ മാന്യതയും ഏറിയതായിരിക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, അതിനു വേണ്ടുന്ന വഴി, അതിനു വേണ്ടുന്ന മോഡലിനെ നമ്മൾ കണ്ടെത്തണം. ഞാൻ പറയാം, നല്ല രീതിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഉയർച്ച പ്രാപിച്ച ഒരു യൗവനക്കാരനായിരുന്നു യോസേഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോസേഫിന്റെ വഴി മുഴുവനും സന്തോഷമായിരുന്നില്ല, യോസേഫിന്റെ വഴി മുഴുവനും പട്ടുമെത്ത വിരിച്ചതായിരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവിന്റെ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നടക്കുവാൻ തക്കവണ്ണം യോസേഫ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തെ ലോകത്തിന് മാറ്റാൻ കഴിയാത്തതുപോലെ മേത്തരമായ രീതിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം യോസേഫിനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോസേഫിനെ കുറിച്ച് പഠിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു യൗവനക്കാരനായ മനുഷ്യനായിരുന്നു യോസേഫ് എന്ന് പറയുന്ന. ആരാ യോസേഫ്? യാക്കോബിന്റെ, അബ്രഹാമിന്റെ തലമുറയായ യോസേഫ്, ഇസഹാക്കിന്റെ സന്തതി യാക്കോബിന്റെ 11ാമത്തെ പുത്രനായിരുന്നു യോസേഫ്. ഹല്ലേലൂയ.
ഒരു യൗവനത്തിലായിരിക്കുന്ന ഒരു പൈതൽ, ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം എന്ന് യോസേഫിൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞാൻ വേഗത്തിൽ പാസ്റ്റർ കയ്യിലേക്ക് മൈക്ക് കൈമാറും. യോസേഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യോസേഫിന് അപ്പനോടൊരു പ്രിയം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പനോട് ചേർന്നിരിക്കുന്ന ഒരു മകനായിരുന്നു, ചേർന്നിരുന്നിരുന്ന ഒരു മകനായിരുന്നു യോസേഫ് എന്ന് പറയുന്നത്. സാധാരണ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ തലമുറകളിൽ സംഭവിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പനെയും അമ്മയും അനുസരിക്കാനുള്ളൊരു മനസ്സ് പലപ്പോഴും നഷ്ടമായി പോകാറുണ്ട്. നമ്മളിൽ ആരും അങ്ങനെ ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചുകളിൽ ഉണ്ടാകുന്നത് മൂലം നമ്മുടെ മനസ്സിന്റെ വളർച്ച മൂലമൊക്കെ ഉണ്ടാകുന്ന കാരണമാണ്. പക്ഷേ യോസേഫിനെ കുറിച്ച് വചനത്തിനകത്തുനിന്ന് പഠിക്കുമ്പോൾ അവിടെ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകനായിരുന്നു യോസേഫ്. ഹല്ലേലൂയ. അപ്പനോട് എന്തും വന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം യോസേഫിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിലായിരിക്കുന്ന യൗവന തലമുറയോട് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. ആമേൻ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൂടിപ്പോയാലും ശരി, ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നാലും ശരി, അവൻ ഇല്ലാതിരുന്നാലും ശരി, ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, വേദപുസ്തകത്തിനകത്ത് നമ്മോട് ദൈവത്തിന്റെ വചനം പറയുന്നത് കൽപ്പനകളിൽ ഒന്നാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. അതിന് പ്രായപരിധി ഉണ്ടോ? ഇല്ല. ആമേൻ. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് നിങ്ങൾ 15 വയസ്സ് വരെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. 20 വയസ്സ് വരെ മതി എന്ന് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. 40 വയസ്സ് വരെ മതി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. 60 വയസ്സായാലും നിങ്ങൾക്ക് അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തലമുറകൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്കുള്ള കൽപ്പനയാണ്. അപ്പനെയും അമ്മയും നിങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഹല്ലേലൂയ. യോസേഫ്, പ്രത്യേകിച്ച് യൗവനക്കാരായവർ ശ്രദ്ധിക്കുക, നമുക്ക് ഇച്ചിരി ദേഷ്യ സ്വഭാവം കൂടുതലുള്ള സമയമാണ്. അത് നിങ്ങളുടെ കുഴപ്പമല്ല. ആമേൻ. പലപ്പോഴും വിചാരിക്കുക, എനിക്കെന്തിനാ ഇങ്ങനെ ദേഷ്യം വരുന്നേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനകത്തുകൂടെ തന്നെ ചലിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആ സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്ന ദേഷ്യം അത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചുകൾ മൂലം ഉണ്ടാകുന്നതായിരിക്കാം, ആയിക്കൊള്ളട്ടെ. പക്ഷേ ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ വായ് തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനവും സ്നേഹവും നിങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇത് വചനത്തിനകത്തുള്ള കൽപ്പനയാണ്. ആമേൻ. ആമേൻ. കേൾക്കുന്നുണ്ടോ? ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. യോസേഫിന്റെ ജീവിതത്തിലകത്തോട് നോക്കിയാൽ യോസേഫ് അപ്പനോട് ചേർന്നിരിക്കുന്ന, അപ്പനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മകനായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പനാൽ ഒരു മകൻ സ്നേഹിക്കപ്പെടണമെങ്കിൽ ആ മകൻ അപ്പനോട് എത്രത്തോളം ബഹുമാനവും സ്നേഹവും അനുസരണവും ഉള്ള ഒരു പൈതലായിരുന്നിരിക്കണമെന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നമ്മൾ ഒരു കുഞ്ഞിനോട് പലതവണ ഒരു കാര്യം പറഞ്ഞിട്ട് ആ കുഞ്ഞ് തിരിച്ച് മറുത്താണ് പറയുന്നതെങ്കിൽ അപ്പനും അമ്മയ്ക്കും മക്കളോട് സ്നേഹത്തിന് പകരം ദേഷ്യമുണ്ടാകും. ഇല്ലേ? ഉണ്ടാകത്തില്ലേ? അവർക്ക് മക്കളാണെന്ന് പറഞ്ഞ് സ്നേഹമാണെങ്കിൽ പോലും ഇവന് തെല്ലും അനുസരണയില്ല എന്നൊരു ചിന്ത അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തിനകത്ത് ഉളവാകും. പക്ഷെ യോസേഫിനെ കുറിച്ച് പറയുന്നു, അപ്പന് യോസേഫിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ബഹുമാനിക്കുന്ന, അനുസരണമുള്ള, പറയുന്നത് അതുപോലെ ചെയ്യുന്ന, അപ്പനോട് ചേർന്ന് നിൽക്കുന്ന, പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു തലമുറയായിരുന്നിരിക്കണം യോസേഫ്. അതുകൊണ്ട് തന്നെ യോസേഫിനോട് അപ്പനായ യാക്കോബിന് വല്ലാത്ത സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിലായിരിക്കുന്ന യൗവന മക്കളെ നമ്മൾ എന്തോ ചെയ്യണം? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. അപ്പന കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. എന്താണോ മാതാപിതാക്കൾ പറയുന്നത് അതൊരിക്കലും നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് പറയത്തില്ല. പറയുമോ?
ഒരിക്കലും ഒരു അപ്പനും അമ്മയും മക്കളുടെ തിന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കത്തില്ല. നിങ്ങളതിന് എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് സമ്മതിച്ചു തരത്തില്ല. ഞാൻ പറയും, ഒരപ്പനും അമ്മയും എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. അതിനു വേണ്ടി മാത്രമേ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കുക. യോസേഫിൻ്റെ ജീവിതത്തിനകത്ത് അപ്പനോട് ചേർന്നിരിക്കുന്ന, അപ്പനെ സ്നേഹിക്കുന്ന, അപ്പനെ അനുസരിക്കുന്ന ഒരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പിന്നൊന്ന്, ഈ യൗവന കാലഘട്ടത്തിലാണ് നമുക്ക് ചങ്ങാത്തങ്ങൾ കൂടുതൽ വരുന്നത്. ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാർ കൂടുതൽ വരുന്നത് നമ്മുടെ യൗവന കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. കൂട്ടുകാർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു യൗവനക്കാരനായ, ഒരു യൗവനക്കാരിയായ വ്യക്തി ശ്രദ്ധയുള്ള വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. ഹല്ലേലൂയ. നമ്മൾ നല്ല രീതിയിൽ നടക്കുന്ന, വിവേകത്തോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ലോകത്തിലേക്ക് പോകാതെ നല്ല നടപ്പിൽ നടക്കുന്ന ഒരു കൂട്ടുകെട്ടിനകത്തുള്ളതാണെങ്കിൽ നമ്മളെ കാണുന്നവരെന്തോ പറയും, അവർ കുഴപ്പമില്ല, പുള്ളിക്കാരത്തിൽ കുഴപ്പമില്ല, ആ കുഞ്ഞു കുഴപ്പമില്ല, അവൻ മിടുക്കനാണ്, മിടുക്കിയാണ്, അതുപോലെ തന്നെ അഴുക്ക വഴിയിലോട്ട്, ചീത്ത വഴിയിലോട്ട്, ദൈവഹിതമല്ലാത്ത വഴിയിലോട്ട് പോകത്തില്ല എന്ന് നമ്മളെ നോക്കി പറയും. അതേസമയം നമ്മൾ നന്നായിട്ട് നടക്കുന്നു എങ്കിൽ പോലും ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയുമായി, ലോകപ്രകാരം നടക്കുന്ന, അശുദ്ധിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അറിയാതെ നമ്മളെ നോക്കി നിൽക്കുന്നവർ പറയും, ഇന്നയാളുടെ കൂട്ടുകെട്ട് ഇന്ന വ്യക്തിയുമായിട്ടാണ്, അതുകൊണ്ട് ആളും അങ്ങനൊക്കെ തന്നെ. ഹല്ലേലൂയ. കാരണം മിക്കവാറും കൂട്ടുകെട്ടുകൾ വരുമ്പോൾ അതിൽ ഒട്ടുമിക്ക, എല്ലാം അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. എന്താ പറയുക, ലോകപ്രകാരം നടക്കുന്നവരുടെ ഇടയിൽ നേരാമണം നടക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ 90% മേഖലകൾക്കകത്തും സെയിം വേവ്ലെങ്തുള്ളവരാണ് ഫ്രണ്ട്സായി തീരുന്നത്. ഒരേ ചിന്താഗതി, ഒരുപോലെ ചിന്തിക്കുന്നവർ, ഒരുപോലെ സംസാരിക്കുന്നവർ, ഒരുപോലെ നടക്കുന്നവർ, ഒരുപോലെ ജീവിതം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തമ്മിലാണ് സെയിം വേവ്, ഒരേ മെന്റാലിറ്റി ഉള്ളവരാണ് കൂടുതലും തിക് ഫ്രണ്ട്സ്, അടുത്തുള്ള ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ദൈവസന്നിധി നിൽക്കുന്ന, ദൈവസഭയിൽ നിൽക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ കൂട്ടുകാരെ നോക്കിയിട്ട് നിങ്ങളെ വിലയിരുത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കൂട്ടുകാരെ നോക്കിയിട്ട് ഞാനിപ്പോൾ പറയാം, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലായിരിക്കുന്നവരുണ്ട്. കഴിഞ്ഞു പോയവരെ നോക്കിയിട്ട് പറഞ്ഞാൽ അവർ പറയും, ഇന്ന ആളുമായിട്ട് ചങ്ങാത്തം വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. നമ്മുടെ ചങ്ങാത്തം കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ദോഷം വരരുത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകളും ദൈവഹിതമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. കാരണം യോസേഫിനെ ഒന്ന് ചിന്തിച്ചേ. യോസേഫ് തന്റെ സഹോദരന്മാരോട് കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. തന്റെ സഹോദരന്മാരോട് കൂടെ എല്ലാ കാര്യത്തിനും ആടുമേയ്ക്കാനും കാര്യാദികൾ ചെയ്യുമ്പോൾ യോസേഫ് തന്റെ സഹോദരന്മാരോട് കൂടെയായിരുന്നു. എങ്കിൽ പോലും തന്റെ അപ്പന്റെ അടുക്കൽ വന്ന സഹോദരന്മാരുടെ ദുശ്രുതികൾ, അവർ ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ഈ യോസേഫ് എന്ന് പറയുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വഴികളെ പിന്തുടരുവാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികളെ അതുപോലെ ചെയ്യുവാൻ യോസേഫ് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് ലോകപ്രകാരം നടന്നെന്ന് പറഞ്ഞ് നിങ്ങളും അതുപോലെ നടക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കൂട്ടുകാർ ആവശ്യമില്ലാതെ കണ്ടെന്ന് പറഞ്ഞ് അത് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കൂട്ടുകാർ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയെന്ന് പറഞ്ഞ് നിങ്ങൾ അതുപോലെ പോകണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു കാര്യം തിരിച്ചറിയുക, ദൈവത്തിന് ഹിതമുള്ള രീതിയിൽ നടക്കുവാൻ നമ്മുടെ ജീവിതത്തെ കൊടുക്കണം. ഹല്ലേലൂയ.
എൻ്റെ അമ്മ പറഞ്ഞ് എന്നെ ഞാനിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലതെന്ന് പറയാൻ ഒത്തിരി സമയം നമ്മൾ ശ്രമപ്പെടണം, പക്ഷെ ചീത്ത എന്ന് ഒരു അഴുക്കാക്കുട്ടി മോശവ എന്ന് പറയാൻ ഒത്തിരി സമയം വേണ്ട. നിങ്ങൾ പലരും ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കേട്ടിട്ടുണ്ടാകും. വളർന്നു വരുന്ന യൗവന തലമുറയായതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ പറയുക, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവഹിത പ്രകാരമുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഹല്ലേലൂയ. നല്ല ദൈവ ഭയമുള്ള, ദൈവത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലേക്ക് വീണു പോകാതെ നേരാവണ്ണം നടക്കുവാൻ മനസ്സാക്ഷിക്കൊത്തവണ്ണം നല്ല നടപ്പ് ആഗ്രഹിക്കുന്ന കുട്ടികളുമായി നിങ്ങൾ മറ്റു വ്യക്തികളുമായി അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരുമായി കൂട്ടുകൂടരുതെന്നല്ല ഞാൻ പറഞ്ഞേ. ഫ്രണ്ട്ഷിപ്പ് ആകാം, പക്ഷേ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവസന്നിധി അല്ലെങ്കിൽ മനസ്സാക്ഷിക്കനുസരിച്ച് നല്ല രീതിയിൽ നടക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളുമായി കൂട്ടുകൂടുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യോസേഫിന് തൻ്റെ സഹോദരന്മാരുടെ കൂടെ ഇരുന്നപ്പോൾ പോലും താൻ അവരുടെ നടപ്പിനനുസരിച്ച് അവരുടെ ചിന്തയ്ക്കനുസരിച്ചല്ല പോയത്, അവരെയും കൂടെ അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് അവരും കൂടെ നടക്കണം എന്ന ചിന്തയുള്ള മനുഷ്യനായിരുന്നു യോസേഫ്. ഹല്ലേലൂയ. കാരണം അപ്പൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുത്ത് അപ്പം അവർ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനാ ചെയ്യുന്നത്, തെറ്റാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അപ്പനോട് പറഞ്ഞ് അവരെ തിരുത്താൻ ശ്രമിച്ചിരുന്നു യോസേഫ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എന്താ പറയുക, ചേര തിന്ന നാട്ടിൽ പോയ നടുക്കണ്ണ തിന്നെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ചേരുകയാണോ ചെയ്യുന്നേ, അതോ അതിൽ നിന്ന് വേറിട്ട് അവരെയും കൂടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മൾ ഒന്ന് ശ്രമിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ യൗവനത്തിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളവരുണ്ട്, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളായിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ എങ്ങനെ നിങ്ങളായിരിക്കുന്നു, അവരെങ്ങനെ ആയിരിക്കുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാൻ നടന്ന വഴിക്കകത്തും തിരിച്ചവരെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നല്ല രീതിയിൽ അവരെ നയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്നവർ പറയണം, ആ വ്യക്തിയോട്, ആ മകളോട് അല്ലെങ്കിൽ ആ മകനോട് കൂടെ കൂട്ടുകൂടിയത് എൻ്റെ ജീവിതത്തിനകത്ത് നന്മയ്ക്കായി എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതം ഒരു കാരണമായാൽ അതുപോലെ അനുഗ്രഹം വേറൊന്നുമില്ല. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് പഠിച്ചാൽ യോസേഫ് ദൈവസന്നിധിയിൽ അപ്പനോട് പ്രതിബദ്ധതയുള്ളവനായിരുന്നു. അതുപോലെ തൻ്റെ സഹോദരന്മാരുടെ കൂടെയായിരുന്നു. അന്ന് വേറെ ചങ്ങാത്തമില്ല. സഹോദരന്മാരുടെ കൂടെയായിരുന്നപ്പോഴും അവരുടെ പ്രവർത്തികളിൽ കൂടിച്ചേരാതെ അതിൽ നിന്ന് വേറിട്ട് ദൈവത്തിന് ഹിതമുള്ളത് ചെയ്യുവാൻ താല്പര്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു യോസേഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതം എങ്ങനായിരിക്കുന്നു, നമ്മുടെ ലൈഫിനകത്ത് എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടുകെട്ട്. നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല. അവർ ദൈവഹിതമല്ലാത്ത വഴികളിൽ ചലിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവരോട് കൂടെ ചേരാതെ അവരെയും കൂടെ നന്മയുടെ പാതയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടത് ഒരു ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ഒരു യൗവനക്കാരത്തിയുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവം നമുക്ക് നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരുടെ വാക്കുകൾക്ക് കീഴടങ്ങിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. ഹല്ലേലൂയ. ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക. ഹല്ലേലൂയ. നീക്കി നിർത്തേണ്ടവരെ എന്ത് ചെയ്യണം? നീക്കി നിർത്തുക. ആരോടും പിണങ്ങിയിരിക്കാൻ ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. ആരെയും കൂട്ടുകൂടാൻ ശത്രുവായിരിക്കാൻ ഞാൻ പറയത്തില്ല. പക്ഷേ നിൽക്കേണ്ടതുപോലെ അവരെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവസന്നിധി നിന്ന് അകന്നു പോകും. നമ്മളെ ദൈവത്തിങ്കിലേക്ക് നിന്ന് അടർത്തിക്കൊണ്ടുപോകും എന്നുള്ള കൂട്ടുകെട്ടുകളെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഉപേക്ഷിക്കുക, അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തുക, കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നേ? ആമേൻ. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ആമേൻ. നിന്റെ യൗവന കാലത്ത് സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവന കാലത്ത് സ്രഷ്ടാവിനെ നമ്മൾ നിർമ്മിച്ചതാരാ? എന്തിനു വേണ്ടിയാ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാ
ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്നത് ആമേൻ എങ്ങനെ നമ്മൾ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ യൗവന കാലത്ത് ആമേൻ ഒന്ന് വായി തുറന്ന് പറഞ്ഞേ ആമേൻ യൗവനക്കാരാ പറഞ്ഞു ഒന്ന് വായി തുറന്ന് നിന്റെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ആമേൻ. സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ നിന്റെ യൗവന കാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എന്തിനു വേണ്ടി? അവൻ ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടതിന്, ദൈവിക വഴികൾ നമ്മൾ നടത്തപ്പെടേണ്ടതിന് നമ്മുടെ യൗവന കാലത്ത് അവൻ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യൗവനത്തിൽ സന്തോഷിക്കേണ്ടെന്നാണോ? സന്തോഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ സമയമാണ് നമ്മുടെ യൗവന സമയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ യൗവനത്തിൽ അതേ ആ പുസ്തകത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, സഭാപ്രസംഗിയുടെ പുസ്തകം തന്നെ 11-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. നമുക്ക് സന്തോഷമൊന്നും വേണ്ട, എല്ലാത്തിൽ നിന്ന് മാറി അടങ്ങി ഒതുങ്ങി ആമേൻ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആമേൻ ഒരു എന്താ പറയുക ഒരു ഗ്ലൂമി ആയിട്ടുള്ള ലൈഫ് നയിക്കണമെന്നല്ല. ഹല്ലേലൂയ. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ലോകപ്രകാരം ഒരു അടിച്ചു പൊളിയിൽ ഒതുങ്ങി പോകരുതെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എന്ത് യൗവനത്തിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം സദൃശവാക്യങ്ങളിൽ സഭാപ്രസംഗിൽ നമ്മളോട് പറയുമ്പോൾ അതിന്റെ തൊട്ടുകൂടെ ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം, ഇതെല്ലാം നിങ്ങളുടെ കണ്ണി മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നും കൂടെ ഓർത്തോണം. ഇതെല്ലാം ഓർത്തിട്ട് നിങ്ങൾ ദൈവസന്നിധി നിൽക്കണം. അവൻ നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടെന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർക്കണം. അതിന്റെ 11-ാമത്തെ സഭാപ്രസംഗി 11-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവന കാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഹല്ലേലൂയ അവിടാണ് ഒരു ദൈവപൈതലിനുള്ള ആമേൻ എന്താ പറയാ ഒരു ബൗണ്ടറി ഇരിക്കുന്നേ. നമ്മളോട് സന്തോഷിക്കണ്ട എന്നല്ല വചനം പറയുന്നേ. നിങ്ങളുടെ യൗവനം നിങ്ങൾ ആസ്വദിക്കണ്ട എന്നല്ല വചനം പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ യൗവന കാലത്തിൽ നിങ്ങൾ ആനന്ദിക്കുക. പക്ഷെ ഒരു കാര്യം, എന്നാൽ അതിനടുത്ത് തൊട്ടുകൂടെ പറയുന്നു, നിനക്ക് ബോധിച്ചോണമൊക്കെ നടന്നോ, പക്ഷേ എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിങ്ങളെ ന്യായ വിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു ന്യായവിധിയുടെ സമയമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ യൗവന കാലത്ത് നമ്മൾ ദൈവത്തിന്റെ നമ്മുടെ യൗവന കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ യൗവനത്തിൽ ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ന്യായവിധിക്ക് ഹേതുവാകാത്ത രീതിയിൽ നമ്മൾ അതിൽ ആനന്ദിച്ചോണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവഹിതമായുള്ള രീതിയിൽ ആമേൻ ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമ്മുടെ യൗവന കാലഘട്ടത്തിൽ ആമേൻ സന്തോഷിക്കുവാൻ തക്കവണ്ണം ആമേൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. യൗവനത്തിൽ സന്തോഷിക്കണം. സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. നമ്മുടെ നല്ല ആരോഗ്യമുള്ള സമയമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. പൂർണ്ണ ആരോഗ്യമുള്ള സമയമാണ്. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യം ഓർത്തോണം, എന്നെ കാണുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്താലും അതിനെന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്ത കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് ഹിതമാണോ എന്നുകൂടെ ആലോചിച്ച് ചെയ്യുക, ചിന്തിച്ച് ചെയ്യുക. ഹല്ലേലൂയ. യോസേപ്പിന്റെ ജീവിതത്തിലേക്ക് വരാം. യോസേപ്പ് ദൈവത്തിന്റെ അപ്പന്റെ അടുക്കലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ അപ്പന്റെ അടുക്കലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ അപ്പന് പ്രിയമുള്ളവനായി അപ്പന്റെ അടുക്കൽ ആയിരുന്ന വ്യക്തിയായിരുന്നു യോസേപ്പ്. ഹല്ലേലൂയ. ഈ ആയിരിക്കുന്ന സമയത്ത് തന്നെ ആമേൻ ഞാനിങ്ങനെ പറയും, ദൈവത്തിന്റെ സന്നിധിയും താൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഒന്ന് അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടി. എന്തുവായിരുന്നു അനുഗ്രഹം? മേത്തരമായ ഒരു അങ്കി ആമേൻ തുന്നി ആമേൻ അപ്പൻ ആർക്ക് കൊടുത്തു? മകന് കൊടുത്തു. ഹല്ലേലൂയ. യോസേപ്പിന് കൊടുത്തു. കാരണം എന്താ? അപ്പൻ ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ള രീതിയിൽ അപ്പന്റെ ആമേൻ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരമാണ് ആര് നടക്കുന്നേ? യോസേപ്പ് നടക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ നടന്ന് എന്ത് ചെയ്യും? അവരെ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് പ്രാപ്തിയാകുന്ന സമയത്ത് അത് വാങ്ങിത്തരും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ കൂടെ വാങ്ങിത്തരും. എങ്ങനാണേലും.
അല്ലെങ്കിൽ നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് നടന്ന അവരുടെ കയ്യിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നിങ്ങളുടെ അപ്പനും അമ്മയും അത് തക്ക സമയം നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, തക്ക സമയത്ത് അത് വാങ്ങിത്തരും. അവൻ അതുപോലെ അവന് യോസേഫിലേക്ക് വന്ന ഒരു അനുഗ്രഹമായിരുന്നു അവന് വിശിഷ്ട അങ്കി എന്ന് പറയുന്നത്. ഈ വിശിഷ്ട അങ്കിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് അന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ അധികാരം ആമേൻ മൂത്ത തലമുറയിലേക്കാണ് പോകുന്നത്. ഈ അധികാരം ആരുടെ മേലേക്കാണ് പോകുന്നത്? ആ വ്യക്തിയുടെ മേലേക്ക് ദൈവം കൊടുക്കുന്ന പിതാവ് കൊടുക്കുന്ന കൈമാറുന്ന ഒന്നാണ് ഈ അങ്കി എന്ന് പറയുന്നത്. അടുത്ത അവകാശി, അടുത്ത ഈ കുടുംബത്തിന്റെ അധികാരി നീയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അപ്പൻ മകന് കൊടുക്കുന്ന അങ്കി. ഹല്ലേലൂയ. ഇത് ആർക്ക് കിട്ടി? യോസേഫിന് കിട്ടി. എങ്ങനെയായ സമയത്ത് മൂത്ത 10 പേർ നോക്കി നിൽക്കുമ്പോൾ ഇളയവനായ യോസേഫിൻ്റെക്ക് ഈ അങ്കി വന്നു വീണു. ഇത് മൂത്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആമേൻ. യോസേഫിൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയാം, അവൻ പ്രലോഭനങ്ങളെ വേണ്ടെന്ന് വെക്കുമ്പോൾ അവൻ കൂട്ടുകാരോട് കൂടെ ചേർന്ന് അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ നിങ്ങൾ ഒരുങ്ങാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരും. അവരിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി ചില പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരാം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതിൻ്റെ തെളിവാണ് യോസേഫിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അവരുടെ വഴിക്കനുസരിച്ച് യോസേഫ് നടന്നിരുന്നുവെങ്കിൽ ഒരിക്കലും യോസേഫിനോട് സഹോദരന്മാർക്ക് ശത്രുത ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ വഴിക്കനുസരിച്ച് യോസേഫ് നടക്കാത്ത കൊണ്ട് യോസേഫിനോട് സഹോദരന്മാർക്ക് ശത്രുതയായി. ഹല്ലേലൂയ. അവരെങ്ങനെങ്കിലും യോസേഫിനെ ഒതുക്കണമെന്ന് ചിന്തിച്ചു. വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യോസേഫ് പൊട്ടക്കുഴിക്കകത്തേക്ക് തള്ളപ്പെട്ടു. അവിടെ നിന്ന് 20 വെള്ളിക്കാശിന് മിദ്യാന്യ കച്ചവടക്കാർക്ക്, മിസ്രീമിയ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു വിൽപ്പന ചരക്കായി മിസ്രീമിലെ കമ്പോളത്തിനകത്ത് നിൽക്കുന്ന യോസേഫിനെ കണ്ടിട്ട്, കോമളരൂപിയാണ്, സുന്ദരനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, അങ്ങനെയുള്ള യോസേഫിനെ പേർ വാങ്ങിക്കൊണ്ടുപോവുക. ഹല്ലേലൂയ. മകനായിട്ടല്ല കേട്ടോ കൊണ്ടുപോയത്, അടിമയായിട്ടാ. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നത് എന്തുവെന്നറിയാമോ? യോസേഫിനോട് കൂടെ യഹോവയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് വരാം. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി നടക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച് ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് വരാം. അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ചില പ്രതികൂലങ്ങൾക്കകത്തേക്ക് നിങ്ങളെ തള്ളിവിട്ടെന്ന് വരാം. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, അതേ സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴും ഏകമാണെന്ന് തോന്നുമ്പോഴും അതേ സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ. കാരണം വചനം പറയുന്നു, യഹോവ യോസേഫിനോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ താൻ പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ, അവിടെ നിന്ന് മിസ്രീമിലേക്ക് അടിമയായി പോകുമ്പോൾ, പോത്തിഫേറിന്റെ ഭവനത്തിൽ പൊരിവെയിലത്ത് വയലിൽ അധ്വാനിക്കുമ്പോൾ, അവിടെ നിന്ന് ദൈവം വയലിനെ അനുഗ്രഹിച്ചത് കൊണ്ട് പോത്തിഫേറിന്റെ ഭവനത്തിനകത്തേക്ക് കാര്യസ്ഥനായി ഇവൻ കയറി വരുമ്പോൾ ഒക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? ചെന്ന് കൈവച്ചട ഒക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ചെന്ന് കൈവച്ചടൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ഒരു കാര്യം പറയാം, ചില കുഞ്ഞുങ്ങൾ കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിൽ കയറി പോകുമ്പോഴേ ചില അമ്മായിയന്മാർ, കുടുംബക്കാർ നീ വന്നതോടെ എൻ്റെ വീട് നശിച്ചു എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. ആ കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ കുടുംബം തൊലഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയാം, ദൈവ ഭയമുള്ളൊരു തലമുറയെ നോക്കി ഒരൊറ്റ മനുഷ്യനും അത് പറയത്തില്ല. അതിൻ്റെ ഏറ്റവും മേത്തരമായ ഉദാഹരണമാണ് യോസേഫ്. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? യോസേഫ് പോത്തിഫേറിന്റെ വയലിനകത്തായിരുന്നപ്പോ പോത്തിഫേറിന്റെ വയൽ അനുഗ്രഹിക്കപ്പെട്ടു. കാരണം എന്താ? ഹല്ലേലൂയ.
ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, ദൈവത്തിൽ നടക്കുവാൻ തക്കവണ്ണം യോസേഫ് താല്പര്യപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ കർത്താവിനെ അറിയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണെങ്കിൽ, അടുത്ത് നിങ്ങളൊരു ഭാവി മണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ പ്രവേശിക്കുമ്പോഴാണെങ്കിൽ കൂടെ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കാരണം എന്തുവാണ്? ഒറ്റ കാരണം, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം വിട്ടു മാറിപ്പോകത്തില്ല. ആമേൻ. ലോകത്തിന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ മാറ്റി നിർത്താതെ ദൈവത്തിന് വേണ്ടി ലോകത്തെ മാറ്റി നിർത്തിയാൽ, ഹല്ലേലൂയ, പലരും ചെയ്യുന്നത് ലോകത്തെ കിട്ടാൻ വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തും. യൗവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ ആരാധനയ്ക്ക് വിളിച്ച വരത്തില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ച വരത്തില്ല. അവർ പറയും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ട്, കൂട്ടുകാരുടെ പോകണം എന്നൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആരാധന മുടക്കുന്ന യൗവന കാലഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയാം, ആമേൻ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തെ മാറ്റിവെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അല്ല, ലോകത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തെ മാറ്റിവെച്ചാൽ ലോകം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതൊരിക്കലും നന്മയ്ക്കായി വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആമേൻ, ലോകത്തിന് വേണ്ടി അപ്പനെ മാറ്റിവെച്ച ഒരു മകന്റെ അവസ്ഥ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? അപ്പനെ വിട്ട് അപ്പനിൽ നിന്ന് കിട്ടിയ സമ്പത്തും വാങ്ങി ലോകത്തിന്റെ പുറകെ ഇവൻ ഓടാൻ തുടങ്ങി. പക്ഷെ ഓടി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന നന്മ മുഴുവനും നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ പന്നികളുടെ വാളവര കഴിക്കേണ്ടി വന്നു ഇവൻ. ഹല്ലേലൂയ. എന്തുവാ കാര്യം? ലോകത്തിന് വേണ്ടി അപ്പനെ വേണ്ടെന്ന് വെച്ചതാ. ഹല്ലേലൂയ. ഒന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരത്തിയെ, നിങ്ങൾ ചിന്തിക്കുക, ഏതിനകത്താണ് നമുക്ക് ഡിസിഷൻ എടുക്കാൻ താല്പര്യമുള്ള പ്രായമാണ് ഈ യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ വേണേ ദൈവത്തെ ചൂസ് ചെയ്യാം, ലോകത്തെ വേണേ ലോകത്തെ ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ലോകത്തെ ത്യജിച്ച് ദൈവത്തെ ചൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും, നിങ്ങൾ ലോകത്തിന് വേണ്ടി ദൈവത്തെ ത്യജിച്ച് ലോകത്തെ ചൂസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തകർച്ചയുമായി പോകും. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശമാണ് ഞാൻ തരുന്നേ. വഴി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നേ. സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ദൈവം വേണോ ലോകം വേണോ? ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോകുന്നു, അതോ ലോകത്തിന്റെ പിന്നാലെ പോകുന്നു? നമ്മുടെ ജീവിതത്തെ മുമ്പിൽ ഈ രണ്ട് വഴികളും എടുത്തു വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നത് പ്രിയ കുഞ്ഞെ അത് നിങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം സ്വന്തമായി സെലക്ട് ചെയ്യാന്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നേർവഴി ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ മുൻപിൽ ദൈവത്തെ ചൂസ് ചെയ്ത് ലോകത്തെ തള്ളുവാൻ, ലോകത്തിന് വേണ്ടി, ഹല്ലേലൂയ, ലോകത്തെ തള്ളിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവിക അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതേസമയം ദൈവത്തെ ത്യജിച്ചിട്ട് ലോകത്തെ ചൂസ് ചെയ്യാൻ ചില തകർച്ചകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മുൻ കണ്ടിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങുക. യോസേഫ് ചെയ്ത് എന്തുവാണെന്നറിയാമോ? ലോകത്തെ ത്യജിച്ചിട്ട് ദൈവത്തെ ചൂസ് ചെയ്തു. ആമേൻ. ലോകത്തെ ത്യജിച്ചിട്ട് അപ്പൻ്റെ വാക്കുകളെ ചൂസ് ചെയ്തു. താൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ചില പ്രതികൂലങ്ങൾ വന്നു. ആമേൻ. ആ സമയത്ത് ആ പ്രതിസന്ധികൾ കൂടെ താൻ നടക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ സാഹചര്യത്തിലും ആര് കൂടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ചെന്നടമൊക്കെ എന്തുവായി? അനുഗ്രഹമായി. ഇന്ന് പകൽക്കാലം നിങ്ങൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ, അടുത്ത് നിങ്ങളുടെ പുതിയ ക്ലാസ്സിലോട്ട് പോകുന്നതായിരിക്കാം, ഭാവിയിലേക്ക് പോകുന്നവരുണ്ടാകാം, ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രവേശിക്കുവാൻ ട്രൈ ചെയ്യുന്നവരുണ്ടാകാം, പല മേഖലകത്തുള്ളവർ ഇതിനകത്തുണ്ട്. നിങ്ങൾ ചെന്നു വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. കർത്താവ്, ഞാൻ പോകുന്നിടം അനുഗ്രഹിക്കപ്പെടണം. ഒരാൾ നിങ്ങളുടെ മുഖത്ത് നോക്കി, നീ വന്നതിന് ശേഷം എൻ്റെ ഫേം നന്നായി, നിങ്ങളൊരു ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു, നീ വന്നതിന് ശേഷം എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ എന്തുമാത്രം സന്തോഷമാകുമെന്നറിയാമോ? ആ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം അത്. നമ്മൾ അവരുടെ മുമ്പിൽ പ്രകടമാക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന സന്തോഷം. ഹല്ലേലൂയ.
ഞാൻ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഒന്നല്ല പലരിൽ നിന്ന് സ്കൂളിൽ ആമേൻ പോകുന്ന സമയത്ത് ആമേനെ ആമേൻ UP സെക്ഷൻ വരെയുള്ളവരുടെ ആമേൻ ഹെഡായിട്ട് ആമേൻ ഒരു പൊസിഷൻ എനിക്ക് തന്നു. സെക്കൻഡ് പ്രാവശ്യത്തവണ ഞാൻ പോയ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒന്നാമത് എൻ്റെ മാനേജർ, ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ മാനേജർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ടീച്ചർ വന്നതിന് ശേഷം എനിക്ക് സമാധാനമുണ്ട്. അല്ലേ? കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കുന്നു. ഞാനാണെ വിറച്ചാ പോകുന്നത് അതിനകത്തോട്ട്. എനിക്ക് ഭയങ്കര പേടിയായി മനുഷ്യനെ. കാരണം ഞാൻ ചെന്ന് കയറുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ വീരകഥകളാണ് കേൾക്കുന്നത്. കാരണം രാവിലെ മുതൽ അവിടെ വന്ന് ടീച്ചേഴ്സിനെ ആയമാരെയും ചീത്ത പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി. രാവിലെ മുതൽ ഇദ്ദേഹത്തിൻ്റെ നാക്കിന് റെസ്റ്റ് ഇല്ല. ആ ഒരു കണ്ടീഷനായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ്. ഞാൻ ഈ വീട്ടിൽ നിന്നേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, കർത്താവെ കൂടെ വരണം, എനിക്ക് വഴക്ക് കേൾക്കല്ല എന്ന പ്രാർത്ഥന. ഒറ്റ പ്രാർത്ഥന എന്നാണ്. എനിക്ക് വഴക്ക് കേൾക്കുന്ന പോലെ പേടിയുള്ള വേറൊന്നുമില്ല. എനിക്ക് വഴക്ക് കേൾക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് എല്ലാം കാത്തുകൊള്ളണം. കാരണം ഏതെങ്കിലും ടീച്ചേഴ്സ് എന്തെങ്കിലും പാളിച്ച വരുത്തി അതെല്ലാം എൻ്റെ തലയ്ക്ക് വരും. ഞാനാണല്ലോ അവരുടെ ഹെഡ്. അപ്പോൾ അതെല്ലാം എൻ്റെ തലയ്ക്ക് വരും. ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വഴക്ക് കേൾക്കരുത്, സൂക്ഷിച്ചോണം, എല്ലാ ടീച്ചർമാരും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാൻ സഹായിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നേ. ഈ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോൾ സാർ വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. MD വന്ന് പറഞ്ഞു, കൊള്ളാം, ടീച്ചർ വന്നതിന് ശേഷം എനിക്ക് ഇത്തിരി സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. എനിക്കുണ്ടായ സന്തോഷം എന്നറിയാം. എനിക്കേ അറിയത്തുള്ളൂ ഇത് മനുഷ്യൻ എത്രമാത്രം പേടിച്ചാൽ ഞാൻ ചേറിയിരിക്കുന്നതെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ തീർന്നോ? ഇല്ല. കൂടുതലുള്ള ടീച്ചേഴ്സ് പറഞ്ഞു, ടീച്ചർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ചെവിയേക്കാനുണ്ട്. ഞാൻ എൻ്റെ കഴിവല്ല, എനിക്കൊരു കാര്യം അറിയാം. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, എൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് ദൈവം സ്വസ്ഥത കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. അതെന്റെ കഴിവല്ല. ഞാൻ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ഒരുക്കിയപ്പോ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരിയെ നിങ്ങൾ ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. മറ്റൊരാളുടെ വായിൽ നിന്ന് നീ വന്നതുകൊണ്ട് അവൻ അനുഗ്രഹമായിരിക്കുന്നു വർത്തമാനം കേട്ടാൽ എന്ത് സന്തോഷമാകുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസിലേക്ക് വരണം. നിങ്ങൾ അതിനൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ലോകത്തെ വേണ്ട, എനിക്ക് അങ്ങയെ മതി. ആമേൻ. ഞാൻ ലോകത്തോട് ചേർന്ന് നിൽക്കത്തില്ല, ഞാൻ ലോകത്തെ ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് കൂടെ നടക്കുവാൻ അവൻ താല്പര്യപ്പെടുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഹൃദയത്തിനകത്ത് എടുത്താൽ ഞാൻ ഈ പറയുന്നതിന് ഫലമുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യോസേപ്പിനോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പോയെടുത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹിക്കപ്പെട്ടവനാക്കി. അവൻ വയലിൽ കിടന്ന മനുഷ്യനെ ഭവനത്തിനകത്ത് കൊണ്ടുവന്നു. ഭവനത്തിലുണ്ടായിരുന്ന മനുഷ്യൻ ഭവനത്തിന്റെ കാര്യസ്ഥനായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൗവനക്കാർക്ക് വിരോധമായി വരുന്ന പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രലോഭനമാണ്. ഹല്ലേലൂയ. പ്രലോഭനമാണ്. വചനം നമ്മളോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ആമേൻ. 2 തിമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ 2 തിമോത്തിയോസിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും സമാധാനവും ആചരിക്കുക. ഹല്ലേലൂയ. യൗവനക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രതികൂലമെന്ന് പറയുന്നത് പ്രലോഭനമാണ്. ഹല്ലേലൂയ. കാരണം എല്ലാ കാര്യങ്ങളെയും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ആകർഷിക്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ വരാറുണ്ട്. ഈ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം പറയുന്നു, തിമോത്തിയോസിന്റെ പുസ്തകം 2 തിമോത്തിയോസ് 2:22 ഇങ്ങനെ പറയുന്നു: യൗവന മോഹങ്ങളെ വിട്ടോടണം. ഹല്ലേലൂയ. യൗവന മോഹങ്ങളെ വിട്ടോടണം. ആമേൻ. യോസേപ്പിന്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാണ് യോസേപ്പിനെ മാതൃകയാക്കാൻ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞതെന്നറിയാമോ? യോസേപ്പിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ഗുണമായിരുന്നു താൻ യൗവന മോഹങ്ങളെ, പ്രലോഭനങ്ങളെ വിട്ടോടുവാൻ തക്കവണ്ണം തന്നെ അവൻ ഒരുക്കിയ തന്റെ ജീവിത രീതി. ഹല്ലേലൂയ.
ഒന്ന് തന്റെ സഹോദരന്മാരോട് കൂടെ ഇരുന്നപ്പോ അവരുടെ ദുർപ്രവർത്തികളിൽ പങ്കുചേരാതെ അതിനെ വിട്ടു മാറി നടന്നു. 2 പോത്തിഫേറിന്റെ ഭവനത്തിനകത്ത് പോത്തിഫേറിന്റെ ഭാര്യയുടെ കണ്ണ് മോശമായ രീതിയിൽ യോസേഫിന്റെ മേൽ പതിയുമ്പോ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. അവിടെ സമീപിച്ച പോത്തിഫേറിന്റെ ഭാര്യയോട് യോസേഫിനുള്ള ഒറ്റ മറുപടി എന്തായിരുന്നു അറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഇല്ല, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഇല്ല, അവർക്കാർക്കും എന്നെ നോക്കി കുറ്റം പറയാനൊക്കത്തില്ല, എൻ്റെ കൂട്ടുകാരെൻ്റെ കൂടെ ഇല്ല, എനിക്ക് എൻ്റെ കൂടെ വേറെ ആരുമില്ല, എൻ്റെ യജമാൻ എന്നോട് കൂടെ ഇരുന്ന് എന്നെ കാണത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ലോകത്തെ ത്യജിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ നിൽക്കുന്ന എന്നോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തോട് ഞാൻ പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പ്രലോഭനങ്ങൾ വരാം. ഹല്ലേലൂയ. ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ ഒരു പുരുഷനാണെങ്കിൽ പെൺകുട്ടിയെയും പെൺകുട്ടിയാണെങ്കിൽ പുരുഷനെയും കാണുമ്പോൾ ഇത് കൊള്ളാം, എനിക്കുള്ളതാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാം. ഹല്ലേലൂയ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്തു പറയണം? ഹല്ലേലൂയ. കർത്താവേ, ദൈവഹിതമുള്ളതല്ലാതെ ഒരു ചിന്ത എന്നിലേക്ക് വരുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ആ ഒരു തീരുമാനത്തിലായിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും. ഹല്ലേലൂയ. ആമേൻ. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനായിരിക്കണം? ആമേൻ. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ വിധത്തിലും വിശുദ്ധിയോടെ നിങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം ഒരു യൗവനക്കാരൻ്റെ, ഒരു യൗവനക്കാരത്തിയുടെ ഹല്ലേലൂയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പല മീഡിയകളും പല രീതിയിലും പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് യൗവന മോഹങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ നിങ്ങൾ തന്നെ പറയുക, ഞാൻ എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവത്തോട് കൂടെ ചേർന്ന് മുൻപോട്ട് നടക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലോകം വേണമെങ്കിൽ ലോകം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. പക്ഷെ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള കാലഘട്ടങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തിന്റെ ഹിതമുള്ള ചിന്തിക്കുക. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ വരത്തില്ലെന്നല്ല, നിങ്ങൾക്ക് വികാരങ്ങളും വിചാരങ്ങളൊന്നും ഇല്ലെന്നല്ല. ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ കണ്ട്, ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനെയും ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെയും കണ്ട് ഇഷ്ടം തോന്നത്തില്ലെന്നല്ല. ഹല്ലേലൂയ. അതൊക്കെ നാച്ചുറലാണ്. കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ അതൊക്കെ ഒരു മനുഷ്യന്റെ വികാരങ്ങളിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ അത് പ്രലോഭനമായി തീർന്ന് പാപത്തിലേക്ക് പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആമേൻ. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് ദൈവഹിത പ്രകാരമല്ലാത്ത ചിന്തകൾ വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് അതിനെ ഒതുക്കണം. അതിനെ വെച്ച് അവിടെ വെച്ച് നമ്മൾ അതിനെ മുളയിലെ നുള്ളിക്കളയണം. എന്നിട്ട് പറയണം, കർത്താവേ, ദൈവഹിതമല്ലാത്തതിനൊന്നിനും, ഒരു ചിന്തയ്ക്കും ഒരു നോട്ടത്തിനും ഒരു പ്രവൃത്തിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ ചിന്ത ഒന്നായിരിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും വിശ്വസ്തയോടെ നടത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. കാരണം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായി ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരണമെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ലോകത്തെ ചൂസ് ചെയ്യാം, ദൈവത്തെ ചൂസ് ചെയ്യാം. പക്ഷെ ദൈവത്തെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്തു ചെയ്യണം? പാപത്തെ, പ്രലോഭനങ്ങളെ വിട്ടകന്നിരുന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അനാവശ്യമായ ചിന്തകൾ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ, അനാവശ്യമായ മോഹങ്ങൾ ഹൃദയത്തിനകത്ത് ഉരുവായി വരുമ്പോൾ, അവൻ ഉരുവാകാൻ തുടങ്ങുമ്പോൾ പറയണം, എനിക്ക് ഇത് നല്ലതല്ല, ഇത് എനിക്കുള്ളതല്ല, ഇത് ലോകത്തിന്റെ ചിന്തയാ. പിശാചേ, നിന്റെ പ്രലോഭനങ്ങൾക്ക് ഞാൻ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് യൗവനത്തിൽ നിൽക്കുന്ന വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തു. ഇതൊക്കെ അന്ന് ഞാൻ കേൾക്കുന്ന വർത്തമാനങ്ങളാ.
ആമേൻ. ഇതിനകത്ത് ഞാൻ യൗവനക്കാരുടെ മീറ്റിംഗോട് പറയും, ഇതൊക്കെ ദൈവഹിതമല്ലാത്ത ചിന്തകൾ, നമ്മുടെ മീഡിയാസിന്റെ അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നേ. അവർ കാണുന്നത് മുഴുവൻ ജീവിക്കകത്ത് അവൻ കാണുന്നത് മുഴുവൻ ഇതൊക്കെയാ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഇന്ന് യൗവനക്കാരായാണ് ഞാൻ തുറന്നു പറയുന്നേ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള തുണയെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ഒരു തുണയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തക്ക സമയമാകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ആമേൻ. അതിന് ആമേൻ മാതാപിതാക്കളുടെ പെർമിഷനും ദൈവത്തിന്റെ ഹിതവും അനിവാര്യമാണ്. അതനുസരിച്ച് നമ്മുടെ ചിന്തകളെ നമ്മൾ ക്രമീകരിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഒന്ന് കാണുമ്പോൾ ഇത് തന്നെ എനിക്കുള്ളതെന്ന് പറയും നിങ്ങൾ ഡിസൈഡ് ചെയ്യണ്ട. ഹല്ലേലൂയ. വെയിറ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുത്താൽ ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നതിനേക്കാൾ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഏറ്റവും മേത്തരമായതായിരിക്കും. ഹല്ലേലൂയ. യോസേഫിന്റെ പ്രലോഭനത്തിൽ വീണുപോകാമായിരുന്നു. പക്ഷെ യോസേഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, നോ, ഞാൻ അതിനകത്ത് വീഴത്തില്ല. ഇനി വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി ഞാൻ പറയാം. ആമേൻ. തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 6-ാമത്തെ വാക്യം, ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം. യൗവനക്കാരൻ എങ്ങനെയായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് അവനൊരു ദുഷ്പേരുണ്ടാകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളായിരിക്കുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ പറയും ഇതൊന്നും ചെയ്യുന്ന തെറ്റല്ല, ശരിയാ, തെറ്റല്ല. പക്ഷേ അവൻ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ദുർകീർത്തി, ഒരു ദുഷ്പേര് നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് വരാതിരിക്കേണ്ടതിന് നമ്മൾ സുബോധത്തോടെ വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അതിന് മുൻപോട്ട് എങ്ങനെ ആയിരിക്കും എന്നുകൂടെ നിങ്ങൾ ചിന്തിച്ചു മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. സുബോധമുള്ളവരായിരിക്കണം. ഇനി അതേ ഭാഗത്ത് 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യൗവനക്കാരത്തികളോട്. അവിടെ ഇങ്ങനെ പറയുന്നേ, ആമേൻ, എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഇത് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതാണ്. യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്. ആമേൻ. ഞാൻ അവിടെ നിർത്തുക. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം ഒരു യൗവനക്കാരത്തി? ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞവരുണ്ട്, ഇനി കഴിയേണ്ടുന്നവരുണ്ട്. ആമേൻ. എങ്ങനെയായിരിക്കണം? അവൻ ഭർത്തൃപ്രിയമാരായിരിക്കണം, പുത്രപ്രിയമാരായിരിക്കണം, പിന്നെ ഹല്ലേലൂയ അവൻ പാതിവൃത്യമുള്ളവരായിരിക്കണം. അത് രണ്ടുപേർക്കും ഒരുപോലാണ്. അവൻ പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി തൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തതയുള്ള വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ കൂടുതൽ യൗവനക്കാർക്ക് വേണ്ടി പറയാൻ കാര്യം എന്താ? എന്തുകൊണ്ട് ഈ തീത്തോസിന്റെ ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ യൗവനക്കാർക്ക് വേണ്ടി യൗവനക്കാരെത്തിയെ യൗവനക്കാര എന്ന് പറഞ്ഞ് എഴുതാനുള്ള കാര്യം എന്താ? യൗവനം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾക്കകത്ത് വ്യക്തികൾ ഒതുങ്ങിപ്പോകാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ടാണ് യൗവനക്കാരെ നോക്കിയിട്ട് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ എങ്ങനായിരിക്കണം? ഹല്ലേലൂയ. ആമേൻ. പാതിവൃത്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവൻ സഹോദരിമാരാണെങ്കിൽ ഭർത്താവിനോട് വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ദൈവഹിതമല്ലാത്തൊരു ചിന്ത പോലും അന്യ ഒരു വ്യക്തിയുടെ നേരെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉളവാകാൻ പാടില്ല. അതുപോലെ തന്നെ പുരുഷന്മാർ, സഹോദരന്മാരും ശ്രദ്ധിക്കുക, ദൈവഹിതമല്ലാത്തൊരു ചിന്ത പോലും മറ്റൊരു വ്യക്തിക്ക് നേരെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉളവാകാൻ പാടില്ല. നമ്മുടെ ജീവിതം ആമേൻ പാതിവൃത്യമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. പാതിവൃത്യം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രമല്ല, ഭർത്താവിനും കൂടെ ഉള്ളതാ. ഹല്ലേലൂയ. ചിലർ എല്ലാം അങ്ങ് സിസ്റ്റർ എന്നില്ല, രണ്ടുപേർക്കും കൂടെ ഉള്ളതാ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം നമ്മളെ നോക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധി നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ലോകത്തെയും തിരഞ്ഞെടുക്കാം, ദൈവത്തെയും തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ഏത് വേണമെന്ന് ചിന്തിക്കുന്നത് തീരുമാനിക്കേണ്ട നമ്മളാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് മേത്തരമായതാ. അതൊരിക്കലും കുറഞ്ഞതായിരിക്കത്തില്ല. ഒരിക്കലും തനിക്ക് പ്രിയമുള്ളവർക്ക് നമ്മളാരും മോശം കൊടുക്കത്തില്ല. അല്ല, ഏറ്റവും ബെസ്റ്റേ കൊടുക്കത്തുള്ളൂ. ദൈവമാണെങ്കിൽ സ്പെഷ്യലായിട്ടും. ഹല്ലേലൂയ.
ആമേൻ. ദൈവമാണെങ്കിൽ സ്പെഷ്യലായിട്ടും ഒന്ന് നോക്കിയേ, യോസേഫ് ആമേൻ ഹല്ലേലൂയ ഈ പോത്തിഫറിന്റെ ഭാര്യയെ വിട്ടോടുക. നമ്മൾ വായിച്ച വാക്യം എന്തുവായിരുന്നു? യൗവന മോഹങ്ങളെ വിട്ടോടണം. യോസേഫിനെ ചിന്തിക്കാമായിരുന്നു, എന്നെ ഇവിടെ കാണാൻ ആരുമില്ല, ഹല്ലേലൂയ വേറെ ഭവിഷ്യത്തൊന്നും വരാനില്ല എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ യോസേഫ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അതിനെ തിരഞ്ഞെടുത്താൽ എൻ്റെ കൂടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടു പോകും. അതുകൊണ്ട് ഞാൻ ലോകത്തെ തിരഞ്ഞെടുക്കത്തില്ല, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ മോഹത്തെ തിരഞ്ഞെടുക്കത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരഞ്ഞെടുക്കും. തൻ്റെ ജീവിതത്തെ ആമേൻ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കണം. പറയാം, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ ആമേൻ. അത്രത്തോളം ദൈവസ്ഥൽ വിശ്വസ്തനായിരിക്കുവാൻ തീരുമാനിച്ചപ്പോഴും തേടി വന്നതെന്തുവായിരുന്നു? കാരാഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് കള്ളക്കേശി കുടുക്കി കാരാഗ്രഹത്തിനകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പോത്തിഫേറിൻ്റെ ഭാര്യ ഹൃദയത്തിനകത്ത് ചിരിച്ചു, എടാ നിന്നെ ഞാൻ ഒതുക്കിയെന്ന്. ഹല്ലേലൂയ. പക്ഷെ യോസേഫിന് പറയാനൊന്നുണ്ടായിരുന്നു, ആമേൻ, ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാത്തിടത്തോളം എൻ്റെ കർത്താവ് എൻ്റെ കൂടുണ്ട്, അതുകൊണ്ട് ഈ കാരാഗ്രഹത്തിന് എന്നെ ഒതുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഈ ചങ്ങലയ്ക്ക് എന്നെ ഒതുക്കാനൊക്കത്തില്ല. അറിയാമോ, ആമേൻ, യോസേഫിനോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുണ്ട്. കാരാഗ്രഹപണി സകലതും ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ വാഗ്ദത്ത നിവർത്തീകരണത്തിനായി ദൈവം യോസേഫിനെ പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്താ കാര്യം? ആമേൻ, തൻ്റെ യൗവനത്തെ ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ട് ലോകത്തിലേക്ക് തിരിയാതെ തനിക്ക് ആമേൻ ഹല്ലേലൂയ കിട്ടാമായിരുന്ന ആമേൻ ചില ചെറിയ നന്മകളെ നോക്കാതെ, ചില പ്രലോഭനങ്ങളെ ആമേൻ ത്യജിച്ചിട്ട് ദൈവത്തോട് പറ്റിച്ചേർന്നതുകൊണ്ട് ഹല്ലേലൂയ ആമേൻ മിസ്രയീമിലെ ആമേൻ ഫറവോന്റെ അടുത്ത ആമേൻ പൊസിഷനിലേക്ക് യോസേഫ് ആമേൻ ഉയർത്തപ്പെടുകയാണ്. ഞാൻ പറയാം, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ വഴി നടത്തുവാനിടയായി തീരും. യോസേഫ് മാതൃകയാക്കാൻ പറ്റിയൊരു വ്യക്തിയാണ്. എന്തുകൊണ്ട്? ലോകത്തെ വിട്ടിട്ട് ദൈവത്തെ പിൻപറ്റി പിതാവിന് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞു കൊടുത്ത് അതും വേണം നടക്കുവാൻ തക്കവണ്ണം തൻ്റെ പിതാവിന് താൻ കീഴ്പ്പെട്ടു, ദൈവവചനത്തിന് താൻ കീഴ്പ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ നടക്കാൻ. ഇപ്പം യൗവനക്കാർക്കുള്ള ഒരു ചോദ്യം ഇതാണ്, എന്തിന് ദൈവത്തെ ആരാധിക്കണം? ഹല്ലേലൂയ. ആരാധിച്ചിട്ട് എന്തോ നേടാനാ? ഞായറാഴ്ച ആരാധന വിളിക്കുമ്പോൾ ക്ലാസ് ഉണ്ട് പാസ്റ്ററെ, ക്ലാസ് ഉണ്ട് സിസ്റ്ററെ, ആമേൻ എനിക്ക് ക്ലാസ് ഉണ്ട് മമ്മ, ഞാൻ വീട്ടിലിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ പറയാം, ഹല്ലേലൂയ, ആമേൻ ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ഞാൻ അതുകൂടെ പറഞ്ഞാൽ വേഗത്തിൽ നിർത്താം. ദൈവത്തെ എന്തിന് നിങ്ങൾ ദൈവത്തെ സേവിക്കണം? ഹല്ലേലൂയ. പലർക്കുമുള്ള ചോദ്യത, യൗവനക്കാർക്കുള്ള ചോദ്യത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആമേൻ 15 വയസ്സ് വരെ 10ാം ക്ലാസ് വരെ കറക്റ്റായിട്ട് പള്ളി വന്ന ചെക്കൻ പോലും അത് കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി ബാക്കിലോട്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ, പിന്നെ കൂട്ടുകാരുണ്ടെങ്കിലേ ഇരുത്തം വരത്തുള്ളൂ. ഹല്ലേലൂയ. കൂടെ വരാൻ ആരുമില്ല, കൂട്ടുകാരും നിങ്ങൾ പലരും ഇത് പറഞ്ഞിട്ടുള്ളവരാണ്, എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളവരും ഇതിനകത്തുണ്ട്. ആമേൻ. അതൊന്ന് ചിന്തിച്ചേ, നമുക്ക് കൂടെ ആളുണ്ടെങ്കിലേ പിന്നെ ഇരിക്കാനൊക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നേ? എന്തിന് ആമേൻ പള്ളിയിൽ പോകണം? എന്തിന് ആമേൻ ഇത്രയും സമയം ഞായറാഴ്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവിടണം? എന്തിന് വചനം വായിക്കണം? എന്തിന് പ്രാർത്ഥിക്കണം? എനിക്കെല്ലാം കഴിയുമെന്നുള്ള ചിന്ത കൊണ്ട് വരുന്നതാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്തിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ആമേൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ദൈവത്തെ സേവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ശരിയായ വഴിയിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം നയിക്കപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൗവന കാലഘട്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൗവന കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ ശരിയായ വഴിയിലേക്ക് നമ്മൾ നടത്തപ്പെടുവാനിടയായി തീരും. ആമേൻ. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മുടെ ആ യൗവന കാലഘട്ടം നിൽക്കുമ്പോഴാണ്. ഏത് ജോലി സ്വീകരിക്കണം, അടുത്ത ഉപരിപഠനത്തിന് ഏത് വഴിക്ക് തിരിയണം, അവൻ ഏത് പെൺകുട്ടിയെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഏത് പയ്യനെ സ്വീകരിക്കണം, എൻ്റെ ജീവിത പങ്കാളിയുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആയിരിക്കണം, എൻ്റെ ജീവിത പങ്കാളിയുടെ എന്തോ അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ നെയ്തു കൂട്ടുന്നത് ഏത് സമയത്താണ്? ഈ യൗവന കാലഘട്ടത്തിലാണ്.
ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടമായ യൗവന കാലഘട്ടത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതിൽ നിങ്ങൾ ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ലെന്ന്. യൗവനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഭാവി ജീവിതം അത് ഏറ്റവും മേത്തരമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാനൊന്നുണ്ടാകും, എൻ്റെ നല്ല യൗവനത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി മേത്തരമായത് ഒരുക്കിയെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു, ഡിസിഷൻ നിങ്ങളുടേതാ, ഞാൻ ജസ്റ്റ് വഴി കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലേക്ക് വന്നാൽ, എൻ്റെ യൗവനത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കും, ഈ ലോകത്തിൽ മറ്റെന്തിനും പ്രിയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയോറിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ മുൻപോട്ടുള്ള വഴിയിൽ ശരിയായ ദിശയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കുവാനിടയായിത്തീരും. അതൊരിക്കലും നിങ്ങൾക്ക് പരാജയമാകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. രണ്ടാമതൊരു കാര്യം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ സേവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആമേൻ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മേത്തരമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. He knows what is the best for you. ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ പാരൻസ് അറിയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഏറ്റവും നല്ലതേതെന്ന് അവൻ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ആ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടു ചെല്ലും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കണം, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഇനിയെല്ലാം ഞാൻ തീരുമാനിക്കാറായി എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യത്തെ വിട്ടോടിക്കളയല്ലേ. അവൻ ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഏതാണോ അതിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാനിടയായിത്തീരും. ഒന്നാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള അവൻ ശരിയായ വഴിയിലേക്ക് നിങ്ങളുടെ ദൈവം നിങ്ങളെ നടത്തും. രണ്ട്, ബെസ്റ്റ് ഏതാണോ അതിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അമേൻ, അമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റേത് അതിലും മേത്തരമായതാ. ആമേൻ. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നതാ. ആമേൻ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങളുടെ ചിന്തകളിലേക്കാളും ഉയർന്നായിരിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ തട്ട് ആമേൻ നിങ്ങളിൽ നിന്ന് ഒരു പടി ഉയർന്നേ ഇരിക്കത്തുള്ളൂ, ഒരു പടി മേത്തരമായതേ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ചിന്തിക്കുക, എനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് തരാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിനായതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ ആ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുവാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ, നമ്മുടെ ജീവിതത്തിനകത്ത് തിന്മയായതിനെ പോലും നന്മയ്ക്കാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾ പറയും, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവനും അവൻ ചുരുങ്ങിയതാ, ഇടുങ്ങിയത്, എൻ്റെ പാരൻസിന് നല്ല പഠിത്തമില്ല, അവർക്ക് എനിക്ക് വേണ്ടി നല്ലത് പ്രൊവൈഡ് ചെയ്യാൻ അറിയത്തില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷെ ദൈവത്തിന് അതറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള തിന്മകളെപ്പോലും നന്മയ്ക്കാക്കി തീർക്കുവാൻ. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8:28 ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നത് തിന്മയായിരിക്കാം, എന്ന് നിങ്ങൾ കാണുന്നത് അവൻ ശോഷിച്ച അവസ്ഥകളായിരിക്കാം. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, തിന്മയായതിനെ പോലും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പിന്നെ അവൻ നിലയ്ക്കാത്ത ഒരു ദൈവിക സന്തോഷം അത് നിങ്ങൾക്ക് ദൈവം തരുവാനിടയായിത്തീരും. ഒന്നിനെ നോക്കിയിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നത്തില്ല.
ആമേൻ. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് ഇങ്ങോട്ട് തിരിയണ്ടായിരുന്നു, ഈ വഴിക്ക് വരണ്ടായിരുന്നു. ആ ഒരു ചിന്ത വരത്തില്ല. സന്തോഷത്തോടെ നിങ്ങളെ ദൈവം നടത്തുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ യൗവനത്തിൽ എൻ്റെ ദൈവത്തെ ചൂസ് ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിതാവിനേക്കാൾ മാതാവിനേക്കാൾ നിങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നിങ്ങളെ നന്നായി സ്നേഹിക്കുന്ന, നന്നായി അറിയുന്ന, നിങ്ങളുടെ തിന്മകളെ പോലും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അറിയുന്ന, നിങ്ങളുടെ വഴികളെ ശരിയായ രീതിയിൽ അവൻ തെളിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പറയാൻ കഴിയുമോ, ഞാൻ യോസേഫിനെ പോലെ ആമേൻ പ്രലോഭനങ്ങളുടെ പിന്നാലെയല്ല, ലോകത്തിൻ്റെ പിന്നാലെയല്ല, ദൈവത്തിൻ്റെ പിന്നാലെ, ദൈവത്തിന് ഹിതമുള്ളത് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ലോകത്തെ സ്നേഹിക്കത്തില്ല പച്ച, ഞാൻ അങ്ങയെ സ്നേഹിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ലോകത്തിലേക്ക് തിരിയത്തില്ല, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ. ഞാൻ പറയാം, ഡിസിഷൻ നിങ്ങളുടേതാ, തീരുമാനം നിങ്ങളുടേതാ. നിങ്ങളുടെ മുൻപിൽ രണ്ട് വഴികളും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെയും ചൂസ് ചെയ്യാം, ലോകത്തെയും ചൂസ് ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തെ ചൂസ് ചെയ്താൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി മേത്തരമായൊരു വഴി തുറന്നിട്ടുണ്ട്. ലോകത്തെ ചൂസ് ചെയ്താൽ മുടിയനായി പുത്രനെ ഒന്നോർക്കുക. ആമേൻ. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവസാനം അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, അതിലോട്ട് പോകാതെ ഒന്ന് ദൈവസ്ഥലം സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ സമയം ഞാൻ നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് അവൻ അല്പസമയം തരിക. ഒന്ന് പറയാമോ, കർത്താവേ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തെ അവനൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചിട്ട് മുൻപിലോട്ട് നമ്മളെ നടത്തുവാൻ ആവശ്യമായ ദൈവശക്തിക്ക് വേണ്ടി അടുത്ത സെക്ഷൻ. ആമേൻ. ആ സമയത്തിന് മുമ്പ് നിങ്ങൾ പറയുക, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. എത്ര പേർ പറയും, ഞാൻ എന്നെ ലോകത്തിനല്ല ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു? ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ ജീവിതത്തെ ലോകത്തിന് വേണ്ടി ഒതുക്കത്തില്ല, ആമേൻ, ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്? എന്നോട് കൂടെ ചേർന്ന് ഒരു വാക്ക് പറഞ്ഞാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പറഞ്ഞേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തെ അവൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവൻ പ്രലോഭനങ്ങൾ കുടുങ്ങിപ്പോകാതെ, ലോകത്തിൽ വീണുപോകാതെ, ഒരു യോസേഫിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം മുൻപോട്ട് നടന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഏറ്റവും ബെസ്റ്റിനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് നന്മയെ പ്രാപിക്കുവാൻ, അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. കരങ്ങളെ താഴ്ത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞ്, ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തുനിന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ ലോകത്തെ സ്നേഹിക്കത്തില്ലപ്പാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞേ, കർത്താവേ, എന്നെ കാണാൻ എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഹല്ലേലൂയ, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക. ഈ ലോകത്തിൽ നിങ്ങളെ ആര് സ്നേഹിച്ചില്ലെങ്കിലും, കൂട്ടുകാർ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിൻ്റെ നടുവിലുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് പറയാൻ പറ്റുമോ, കർത്താവേ, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പപ്പാ ശബല തെരകലം തീരബലം, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞാൻ ലോകത്തെ സ്നേഹിക്കത്തില്ല, ലോകത്തെ സ്നേഹിക്കത്തില്ല, ലോകത്തിൽ കാണുന്ന സൗന്ദര്യത്തിൻ്റെ പുറകെ പോകത്തില്ല, ധനത്തിൻ്റെ പുറകെ പോകത്തില്ല, മിടുക്കിൻ്റെ പുറകെ പോകത്തില്ല. പപ്പാ, ഓ ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നടക്കുവാൻ താല്പര്യപ്പെടുന്നു, അങ്ങയിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ശബലധരഗലബ പറഞ്ഞ വായി തുറന്ന് പറയുക, വായി തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ തീരുമാനം ഒരു മനുഷ്യനോടല്ല, ഒരു വ്യക്തിയോടല്ല, സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ അങ്ങയെ പിൻപറ്റും, ഞാൻ അങ്ങയിൽ നടക്കും, അങ്ങയുടെ സന്നിധിയിൽ മുന്നേറും, അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് നടക്കും. അതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ലോകം വേണ്ട പച്ച, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന മേത്തരമായതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഞാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ
യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ദിനവും നിന്നോട് ചേർന്ന് ദിനവും ഉന്മാദസായത് പറഞ്ഞ കഥാവേ എന്റെ മുൻപോട്ടുള്ള ജീവിതത്തിനകത്ത് ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭാവി കർത്താവിന്റെ കരങ്ങളിൽ, നിങ്ങളുടെ മുൻപോട്ടുള്ള ലൈഫ് അത് കർത്താവിന്റെ കരങ്ങൾ. പറഞ്ഞേ യേശുനാഥാ